മെട്രോമാൻ ഇ ശ്രീധരൻ ജീവിതകഥ ബയോഗ്രഫി ഓഫ് ഇ ശ്രീധരൻ. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട ഒരു പേരിനെ കുറിച്ചാണ്. ഇ ശ്രീധരൻ. ഇന്ത്യക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന മെട്രോമാൻ. ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേയും മെട്രോ പദ്ധതികളും വിജയകരമായി പൂർത്തിയാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ബാല്യവും വിദ്യാഭ്യാസവും. ഇ ശ്രീധരൻ 1932 ജൂൺ 12 കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കരുക്കപ്പുത്തൂരിൽ ജനിച്ചു. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു. സ്കൂൾ പഠനത്തിനു ശേഷം അദ്ദേഹം എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് ഇന്ത്യയുടെ ഗതാഗത മേഖലയെ മാറ്റിമറിക്കുന്നതായിരിക്കും എന്ന് അന്നാരും കരുതിയിരുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിലെ തുടക്കം. 1954 ഇന്ത്യൻ റെയിൽവേ സർവീസിൽ അദ്ദേഹം ചേർന്നു. യുവ എഞ്ചിനീയറായി ജോലി ആരംഭിച്ച ശ്രീധരൻ വളരെ വേഗത്തിൽ തൻ്റെ കഴിവ് തെളിയിച്ചു. പാമ്പൻ ബ്രിഡ്ജ് പുനർനിർമ്മാണം. 1964 ഒരു വലിയ ചുഴലിക്കാറ്റിൽ രാമേശ്വരം ഭാഗത്തുള്ള പാമ്പൻ റെയിൽവേ പാലം തകർന്നു. സാധാരണയായി 6 മാസം എടുക്കുമെന്ന് കരുതിയ പുനർനിർമ്മാണം ശ്രീധരൻ 46 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി. ഈ സംഭവം അദ്ദേഹത്തെ രാജ്യവ്യാപകമായി പ്രശസ്തനാക്കി. കൊങ്കൺ റെയിൽവേ അസാധ്യത്തെ സാധ്യമാക്കി. 1990കളിൽ ഇന്ത്യയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റെയിൽവേ പദ്ധതികളിൽ ഒന്നായിരുന്നു കൊങ്കൺ റെയിൽവേ. പർവ്വതങ്ങൾ, നദികൾ, മഴ എല്ലാം വെല്ലുവിളിയായിരുന്നെങ്കിലും ശ്രീധരൻ്റെ നേതൃത്വത്തിൽ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി. 760 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽപാത ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ചരിത്രത്തിലെ വലിയ നേട്ടമായി മാറി. ഡൽഹി മെട്രോ. ഇന്ത്യയുടെ മുഖം മാറ്റിയ പദ്ധതി. ശ്രീധരൻ്റെ ഏറ്റവും വലിയ നേട്ടം ഡൽഹി മെട്രോ പദ്ധതിയാണ്. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ ആയി ചുമതലയേറ്റപ്പോൾ പലരും പദ്ധതി വിജയിക്കില്ലെന്ന് കരുതിയിരുന്നു. പക്ഷേ സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി. അഴിമതി ആരോപണങ്ങളില്ലാതെ പ്രവർത്തനം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം. ഇതോടെ ഡൽഹി മെട്രോ ലോകത്തിലെ മികച്ച മെട്രോ സംവിധാനങ്ങളിൽ ഒന്നായി മാറി. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്ന പേര്. ഡൽഹി മെട്രോയുടെ വിജയത്തിനു ശേഷം ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ മെട്രോമാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് കൊച്ചി മെട്രോ ഉൾപ്പെടെ നിരവധി നഗര പദ്ധതികളിൽ അദ്ദേഹം ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും. ഇ ശ്രീധരന് ലഭിച്ച പ്രധാന ബഹുമതികൾ: പത്മശ്രീ, പത്മവിഭൂഷൺ, ഫ്രാൻസ് സർക്കാരിൻ്റെ ചെവേലിയർ അവാർഡ്സ്, നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ. ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ സേവനത്തിനുള്ള അംഗീകാരങ്ങളാണ്. വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ. ശ്രീധരനെ വ്യത്യസ്തനാക്കിയത് സമയനിഷ്ഠ, അഴിമതിയില്ലാത്ത പ്രവർത്തനം, കർശനമായ അനുഷ്ഠാനം, ലളിതമായ ജീവിതശൈലി. അദ്ദേഹം പറയുന്ന ഒരു പ്രശസ്ത വാക്ക്: ഡിസിപ്ലിൻ ആൻഡ് ഓണസ്റ്റി ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് സക്സസ്. യുവജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഈ ശ്രീധരൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ വിജയങ്ങൾ വലിയ നഗരങ്ങളിൽ നിന്നല്ല, വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സത്യസന്ധതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകം അംഗീകരിക്കും. സമാപനം. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ ഗതാഗത ചരിത്രം മാറ്റിയ വ്യക്തിയായി മാറിയതാണ് ഇ ശ്രീധരൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ കഥ ഒരു എഞ്ചിനീയറുടെ കഥ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ ഗതാഗത ചരിത്രം മാറ്റി മുന്നോട്ട് കൊണ്ടുപോയ കഥയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.